പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഫേസ്ബുക്ക് കാണുന്നു, ഇൻസ്റ്റഗ്രാം കാണുന്നു, അതുപോലെ പല ആപ്പുകളും കാണുന്നുണ്ട്. ഒരുപാട് ജീവിതങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ചിന്തിച്ചിട്ടുമുണ്ട്. നമ്മളെല്ലാവരും അതെ, മലയാളികൾ സിനിമകളിലൂടെ മറ്റെല്ലാത്തിലൂടെയും. പക്ഷെ വ്യക്തിപരമായി ഒരാളുടെ ജീവിതത്തിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ നുറുങ്ങുകൾ കാണാനും രസം ആസ്വദിക്കാനും മാത്രം മെനക്കെടുന്നു. എന്നിട്ടോ അത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും തൽക്കാലത്തേക്ക് ഒരു ശമനമായിട്ട് ഒന്ന് ആസ്വദിച്ച് സന്തോഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടോ? ഉണ്ടോ? നമ്മൾ അമ്പലങ്ങളിൽ പോയി കിടന്ന് തലകുത്തി മറിഞ്ഞ് പല രീതിയിലുള്ള പൂജകളും വഴിപാടുകളും ചെയ്യുന്നു. അത് ആചാരങ്ങളൊന്നുമല്ല, വെറും വിശ്വാസം. അതുകൊണ്ട് പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും ജീവിതത്തിൽ? എങ്കിൽ പിന്നെ ഈ നാട്ടിലെ ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും ഒന്നും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അവരുടെ ആവശ്യമില്ലായിരുന്നു. ഇനി ഡോക്ടർമാരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട്? അതുമില്ല. അപ്പോൾ പ്രശ്നം എവിടെയാണ്? ഫിസിക്കലാണോ മെൻ്റലി ആണോ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കുക പറയുമ്പോൾ കാര്യം പറയുന്നവൻ അവനോട് വെറുപ്പും ഉപകാരം ചെയ്യുന്നതിനോട് ഉപദ്രവവും തിരിച്ചു കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ മാത്രമല്ല, ഒരുപാട് പേരുടെ അനുഭവത്തിൽ കണ്ടും കേട്ടും വായിച്ചും എനിക്ക് അനുഭവമുണ്ട്. പക്ഷേ ആ ഉപദ്രവം ചെയ്യുന്നവരൊക്കെ ജീവിതത്തിൽ വ്യക്തമായി ശരിക്കും നേർക്കാഴ്ചയിൽ അവനവൻ ചെയ്ത കർമ്മങ്ങളുടെ ദോഷം അവനവൻ അനുഭവിച്ച് ഈ ലോകത്ത് നിന്ന് വിട്ടു പോയിട്ടുള്ളൂ. അത് ഏതവനാണെങ്കിലും എവിടെയുള്ളവരാണെങ്കിൽ ഏത് പ്രസ്ഥാനം എന്തും ആയിക്കോട്ടെ, വ്യക്തിപരമായി നമ്മൾ മറ്റൊരാളെ ദ്രോഹിച്ചുകൊണ്ട് നമ്മൾ എന്ത് നേടാൻ ശ്രമിച്ചോ, നമ്മൾ ആരെ തള്ളിയോ, സത്യം പറയുന്നതിനെ നിഷേധിച്ചോ ഒക്കെ പോയാലും അതിൻ്റെ ഫലം അനുഭവിക്കുക ഈ ലോകത്ത് ഓരോ വ്യക്തിപരമായ ഓരോ മനുഷ്യനും. പക്ഷേ വ്യക്തിപരമായി ചിലർ അനുഭവിക്കുന്നത് നമ്മൾ അറിയില്ല. അത്രയേ ഉള്ളൂ കാര്യം. ഇല്ലേ? ആലോചിച്ച് നോക്ക്. ഈയിടെ ഒരു വലിയ ബിസിനസ്സുകാരൻ റെയ്ഡ് കാണുന്നപ്പോൾ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞു. അതിനകത്തൊക്കെ എന്തൊക്കെ നിഗൂഢതകളുണ്ടായിരിക്കാം. പക്ഷേ ആത്മഹത്യ ചെയ്തെങ്കിൽ ഒന്ന് ഓർത്ത് നോക്ക്. അയാൾക്ക് രക്ഷപ്പെടാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് നിയമപരമായിട്ടും. അതൊന്നുമല്ല വിഷയം. കർമ്മണ്യേ വാധികാരസ്തു മാ ഫലേഷു കഥാചന. ഇത്ര തന്നെ കാര്യങ്ങൾ. നമ്മൾ നമ്മുടെ മനസ്സാകുന്ന കൃഷിഭൂമിയിൽ മുള്ളുമുറുക്ക് കൊണ്ട് നട്ടേച്ച് നെല്ല് കൊയ്യാൻ ചെന്നാൽ നടക്കില്ല. വിതച്ചതേ കൊയ്യൂ. അയാളെന്ത് നല്ലത് ചെയ്തിട്ടാണെന്നൊന്നും അറിയില്ല, ചീത്ത ചെയ്തിട്ടാണെന്നും അറിയില്ല. അത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ അയാൾ ആത്മഹത്യ ചെയ്തു ഒരു റെയ്ഡ് വന്നപ്പോൾ. നമുക്ക് ബാഹ്യമായിട്ട് പണമോ ആഡംബരങ്ങളായിട്ടുള്ള സൗന്ദര്യമോ ആരോഗ്യമുള്ള ശരീരമോ ദൃഢഗാത്രമായ ശരീരമോ അല്ലെങ്കിൽ അതുപോലുള്ള പുറമേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന മേന്മകൾ പലതും ഉണ്ടായിരിക്കും. ബംഗ്ലാവ്, കാറ് എല്ലാം. പക്ഷേ സ്വന്തമായി മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും കുടുംബം വേണ്ട രീതിയിൽ കൊണ്ടുപോകാനും ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനം കുടുംബമാണ് ഏതൊരു വ്യക്തിയുടേതും. അത് കഴിഞ്ഞ് അവന് ബാക്കിയുള്ളൂ. ആദ്യം മനസ്സും ജീവിതവും, അത് കഴിഞ്ഞ് കുടുംബം, അത് കഴിഞ്ഞാലോ സാമൂഹ്യ പശ്ചാത്തലം, പിന്നെ രാഷ്ട്രീയ പശ്ചാത്തലം, രാജ്യം, ലോകം, ഇങ്ങനെയാണ് പോകുന്ന കാര്യങ്ങൾ. അതിലൂടെ അവനൊരു മനുഷ്യൻ ജീവിച്ച് മരിക്കേണ്ടത്. അത് കൊണ്ടുപോകാനുള്ള വിദ്യാഭ്യാസമൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ കുഴപ്പങ്ങളാണ് പലതും. ഇന്നലെ കോവളത്തൊരു പോലീസ് ഓഫീസർ ആത്മഹത്യ ചെയ്തു. പല പോലീസ് ഓഫീസർമാരിങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ സ്വന്തം ജീവിതത്തെ ഡ്രൈവ് ചെയ്യാൻ, സ്വന്തം മനസ്സിനെ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. ഈ വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കുഴപ്പം. അതിവിടെ എഴുതി വെച്ച ഗ്രന്ഥങ്ങളിൽ വ്യക്തമായിട്ടുണ്ട്. അത് പഠിപ്പിക്കാൻ ഇവിടെ ഉള്ളവർ പലരും തയ്യാറാവുന്നുമില്ല. കുഴപ്പമില്ല, അത് പതുക്കെ ആ സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതങ്ങനെ വരും. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം. ഭൗതികമായിട്ടുള്ള ഒരുപാട് മേന്മകൾ മറ്റുള്ളവർ മുന്നിൽ മേനി നടിക്കാൻ നമുക്കുണ്ടായിട്ടും കാര്യമില്ല. അത് നിലനിർത്തി മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനും സ്നേഹം കൊടുക്കാനും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം പകരാനും പറ്റത്തക്ക രീതിയിലാണെങ്കിലേ അതുകൊണ്ട് ഗുണമുള്ളൂ. അതില്ലാത്തതിൻ്റെ കാരണം എന്നാ ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? വിദ്യാഭ്യാസമാണ് ഏറ്റവും വലുത്. ഇവിടെ നമുക്ക് മാസ്റ്റർ ഡിഗ്രികൾ ഒരുപാടുണ്ട്.
BEd MEd തൊട്ട് എല്ലാം, BA BEd MEd, അതുപോലെ തന്നെ MTech, MSW, ഇങ്ങനെ ഒരുപാട് ഡിഗ്രികളുണ്ട്. അത് ഭൗതികമായിട്ടുള്ള ജോലി നേടാനുള്ള വിദ്യാഭ്യാസം. ഈ ജോലി നേടിയാലും ശമ്പളം കിട്ടാനാണ്. ആ ശമ്പളം വേണ്ട രീതിയിൽ കുടുംബത്തിൽ സ്വസ്ഥമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അത് നയിക്കാൻ അറിയാൻ പാടാത്ത വികാരങ്ങൾക്ക് കീഴ്പ്പെട്ടുള്ള ജീവിതമാണെങ്കിൽ അവന് വിവേകപരമായ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. സ്വന്തം മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ആ വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ കുഴപ്പം. അതിവിടെ ഉണ്ടായിരുന്നു, കാലഹരണപ്പെട്ടു പോയി. കാലഹരണപ്പെട്ടു പോയതല്ല, കുറേ വരേണ്യവർഗത്തിൻ്റെ ധാർഷ്ട്യം, അഹങ്കാരം അതിൻ്റെ മുന്നിൽ അടിയറ വയ്ക്കപ്പെട്ടു പോയി. പക്ഷെ അത് പതുക്കെ പതുക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അത് കണ്ട് തിരിച്ചറിഞ്ഞ് പോകാതെ ഒരു മനുഷ്യനും സ്വസ്ഥമായ ഒരു കുടുംബജീവിതവും പറ്റില്ല, വ്യക്തിജീവിതവും പറ്റില്ല, സാമൂഹ്യ ജീവിതവും പറ്റില്ല. അതെവിടെ നിന്നാണ് കിട്ടുന്നത്? നിങ്ങൾ ബൈബിൾ വായിച്ചു, ഗീത വായിച്ചു, ബുദ്ധൻ്റെ സിദ്ധാന്തം വായിച്ചു, ഖുറാൻ വായിച്ചു, അല്ലെങ്കിൽ ഇത് പറയുന്ന അതിനെക്കുറിച്ച് നിഷ്പക്ഷമായിട്ട് കേൾക്കണം. ആരോടും ചാഞ്ഞ് കേൾക്കരുത്, പ്രത്യേക എതിർപ്പും പാടില്ല. അങ്ങനെയുള്ളവർക്ക് സത്യം കണ്ടെത്താൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഒരാൾ ബൈബിൾ വായിച്ചു, ആ മതത്തോട് നമുക്ക് എതിർപ്പാണ്, അതിനകത്ത് സത്യം ഉണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കില്ല, നമ്മൾ അതിൻ്റെ അകത്ത് സത്യം കണ്ടെത്തുകയില്ല. ഗീത വായിച്ചു, അതിൻ്റെ അകത്ത് സത്യമുണ്ട്, പക്ഷെ നമുക്കത് ഗീത ഇഷ്ടമല്ല. അതിനകത്തൊരു പേരുണ്ടല്ലോ, സംഖ്യകളോ എന്തോ, അത് നമുക്കിഷ്ടമല്ല, അപ്പം നമ്മൾ അതിനെ അംഗീകരിക്കില്ല. നമ്മൾ ഖുർആൻ വായിച്ചു, അതിനെ നമുക്കിഷ്ടമല്ല, നമ്മൾ വെറുത്തു. സത്യം കണ്ടെത്തില്ല. സത്യം കണ്ടെത്താനുള്ള സമചിത്തത മനോഭാവം, തെറ്റിൻ്റെ ശരിയുടെയും നടുക്ക് നിന്നുവെച്ചാൽ തുല്യമായിട്ട് കണ്ടുപിടിക്കാം. ഒരു പക്ഷത്തേക്ക് ചാഞ്ഞ് നിൽക്കരുത്. അങ്ങനെയുള്ളവർക്കാണ് ഇത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് വ്യക്തിപരമായി നല്ലൊരു വ്യക്തിത്വം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ, നല്ലൊരു ജീനിയസ് ആവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഒരു ജീവിതം സാധിക്കാൻ സാധിക്കുള്ളൂ. ഒരു ഭാര്യയോട് എങ്ങനെ ഇടപെടണം, ഭാര്യ എങ്ങനെയുള്ള ആളായിരിക്കണം, എങ്ങനെയുള്ള ആളെ തിരഞ്ഞെടുക്കണം, കുട്ടികളോട് ഇടപെടാൻ, സമൂഹത്തിൽ ഇടപെടാൻ, രാജ്യത്തിൽ ജീവിക്കാൻ, രാജ്യപൗരനായിട്ട് ജീവിക്കാൻ, ലോകത്തിൽ തന്നെ തിളങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒരു ചൈതന്യം ഉണ്ടാക്കിയെടുക്കാൻ ഒക്കെ സാധിക്കണമെങ്കിൽ നല്ല ആത്മീയമായ അറിവിൻ്റെ ചൈതന്യം ഉണ്ടാവണം. അതില്ലാത്ത വിദ്യാഭ്യാസമാണ് ഇന്നിവിടെ ഉള്ളത്. ലക്ഷക്കണക്കിന് അവിടുത്തെ ഡോക്ടർ, എഞ്ചിനീയറൊക്കെ ആയിട്ടുള്ള വിദ്യാഭ്യാസ ഡിഗ്രി നമുക്ക് കരസ്ഥമാക്കി എടുക്കാം, പഠിച്ച് പാസ്സായി. ചിലപ്പോൾ പഠിച്ച് പാസ്സാവാതെ നേടാം കേട്ടോ, പഠിച്ച് പാസ്സാവാതെ നേടാം. ഞാൻ ഈ ഇരുട്ടിലിരുന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ മുഖം കണ്ട് തെളിച്ച് സംസാരിച്ചാൽ അവനോട് വെറുപ്പാണ് കൂടുതൽ ആൾക്കാർക്ക്. സത്യം പറയുന്നതിനോട് വെറുപ്പാണ്. ഇപ്പോൾ ഈ വാക്കുകൾ വേണമെങ്കിൽ കേട്ടാൽ മതി, സൗകര്യമുള്ളത് കേട്ടാൽ മതി. എനിക്കൊരു ആൾ നിർബന്ധമില്ല, എനിക്കാരെയും നന്നാക്കണമെന്ന് ആഗ്രഹമില്ല. ഞാൻ സ്വയം നന്നായി മതി. സമൂഹം നന്നായിച്ച് എനിക്ക് നന്നാവാൻ നേരം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ സ്വയം നന്നായി ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ ഒരു കാര്യം, തെറ്റും കുറ്റവും പറ്റാത്ത ഈ ഭൂമിയിൽ ഒരു മനുഷ്യനുണ്ടായിട്ടില്ല, ജനിച്ച് മരിച്ചിട്ടുമില്ല. ഒന്നല്ലെങ്കിൽ വേറൊരു കാരണം കൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് സ്വാർത്ഥരായിട്ടുണ്ട്, തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആരും അടുത്തും പ്രത്യേകം മേനി നടിക്കണ്ട, ഞാൻ മാനിനാ നോക്കണം, അതേ കൊണ്ട് അവൻ ചീത്തയാ, ഒന്നും പറയണ്ട. ആരും പറയണ്ട. അത്രയ്ക്ക് ശുദ്ധന്മാരായിട്ട് ആർക്കും ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കാൻ പറ്റിയിട്ടില്ല. യേശു ക്രിസ്തുവിന് പോലും തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇല്ലേ? ഉണ്ട്. ബൈബിൾ വായിച്ചു നോക്കുക കൃത്യമായിട്ട്. അദ്ദേഹത്തിന് എവിടെയാണ് തെറ്റ് പറ്റിയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മളെക്കാൾ ബുദ്ധിപൂർമ്മതമായിട്ടുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞാൽ അയാളെ പുണ്യാളനായിട്ട് പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ നേതാവായിട്ട് പ്രഖ്യാപിച്ചു. പിന്നെ അയാളുടെ പേരിൽ ഒരു മതം ഉണ്ടാക്കി. മതം എന്ന വാക്കിൻ്റെ അകത്ത് അഭിപ്രായം എന്നാണ്. ആ അഭിപ്രായം പിന്നെ ഒരു ജാതീയ സമൂഹമായി മാറി. പിന്നെ അതിനെ മുറിവേൽപ്പിച്ചാൽ ജാതീയമായ വികാരം ഇങ്ങോട്ട് തിളയ്ക്കുവാണ്. എന്തിന്? ഫുട്ബോൾ കളി കാണുന്നവനും അതൊരു വികാരമാണ്, അതൊരു ജാതീയതയാണ്. എൻ്റെ ഗ്രൂപ്പ് ജയിച്ചില്ലെങ്കിൽ എനിക്ക് മറ്റ് എതിർ ഗ്രൂപ്പിനോട് വിരോധം. എന്നാൽ എതിർ ഗ്രൂപ്പിൻ്റെ നല്ല കളിയാണെങ്കിൽ അതും ആസ്വദിക്കാനുള്ള മനസ്സ് വേണം. അതില്ല. സമചിത്തതയില്ലാത്ത ആളുകളായി മാറി. കാരണം ആത്മാംശത്തിൻ്റെ കൂടെ പരമാത്മാവിൻ്റെ അറിവ്, ബോധരൂപനായി ഉള്ളിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള അറിയുന്നില്ല. വികാരങ്ങളുടെ പുറകെ പോകുന്നവരാണ്. പഴയ നമ്പൂരിയ ഈ വരേണ്യവർഗമായിട്ട് ആളുകളെ ചൂഷണം ചെയ്ത് കീഴാതിക്കാരായിട്ട് വെച്ച് അവരെ ചൂഷണം ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന വരേണ്യവർഗം പറയും പോലെ
ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണികളെ ഉണ്ടാക്കുക. ഇതാണ് ജീവിത സുഖമെന്ന് ചിന്തിക്കുന്ന വിഡ്ഢിക്കോമരങ്ങളാണ് ലോകത്ത്. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷെ അത് മാത്രമാണെന്ന് കരുതി പോകുന്നതിന് ജീവിതത്തിൽ നരകം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊന്നും ചിന്തിക്കാതെ, നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാതെ, നമ്മളെ തന്നെ ആദ്യം മനസ്സിലാക്കാതെ ഒക്കെ ജീവിക്കുന്നതുകൊണ്ടാണ് കുഴപ്പങ്ങൾ മുഴുവൻ. സ്വന്തം കുഞ്ഞിനെ, നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ അവിടെ ഒരു അമ്മയ്ക്കുണ്ടാകുന്ന മാതൃവാത്സല്യം പ്രകൃതിജന്യമാണ്. പ്രകൃതിജന്യമായ ഒരു പോസിറ്റീവ് എനർജി എന്ന് വെച്ചാൽ അതിന് ഭയങ്കരമായ ശക്തിയുണ്ട്. നിസ്സാരം ഒരു പൂച്ച, പട്ടി, മറ്റേത് മൃഗങ്ങൾ, ഒരു കോഴി പോലും സ്വന്തം കുഞ്ഞുങ്ങളുടെ മേൽ, ഒരു പരുന്തിൻ്റെയോ കാക്കയുടെയോ മറ്റേത് ജീവജാലങ്ങളുടെ ഒരു ആക്രമണം വന്നാൽ ഹൈ പവറായി മാറും അവർ. അത്രയും പോലും ആത്മാർത്ഥ സ്നേഹമില്ലാതെ പോകുന്നു മനുഷ്യൻ എന്ന് പറയുന്ന നികൃഷ്ടനായ ജീവി. സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ട നികൃഷ്ടനായ ജീവിക്ക് സ്വന്തം കാമവും സന്തോഷവും തീർക്കാൻ വേണ്ടിയിട്ട് ഒരു കാമുകനെ പ്രണയിക്കുന്ന ഭർത്താവിൻ്റെ എന്തെങ്കിലും ഒരു കുറവായിരിക്കും അത്. അയാൾ കഷ്ടപ്പെടുന്നതായിരിക്കാം. ഒരു വേള അയാൾ അത് മറന്നു പോകാനോ അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം കിട്ടാത്ത, സമയം കിട്ടാത്ത അന്തരീക്ഷമാണെങ്കിൽ ഭാര്യ വേറെ കാമുകനെ തേടിപ്പോവാണ്. എന്നിട്ട് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ 10 മാസം പോലും ആകാത്ത കുഞ്ഞിനെ കടലോരത്തെ കെട്ടിയെടുത്തിരിക്കുന്ന അതിൻ്റെ പേരെന്ന പുരിമുട്ടുകൾ അല്ലെങ്കിൽ കൽക്കെട്ട്, ആ കൽക്കെട്ടിൽ അടിച്ചു കൊന്നിച്ച് പോയി. കാമുകനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ സ്വന്തം മകൻ വന്ന് കണ്ടു. മകനെ കാമുകൻ്റെ കൂടെ ഒന്ന് തല്ലിക്കൊന്ന് തള്ള. എങ്ങനെ സ്വന്തം അമ്മ നമുക്ക്, പെറ്റമ്മ നമുക്ക് ജീവന് തുല്യമാകും? അതൊക്കെ ഓരോരുത്തരുടെ അനുഭവത്തിലാണ്. ഇങ്ങനെയുള്ളൊരു ലോകമാണ്. വികാരങ്ങൾക്ക് തീവ്രത കൊടുക്കുന്നു. എത്രയോ അനുഭവങ്ങൾ ഇവിടെ കണ്ടിരിക്കുന്നു, സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും. സ്ത്രീകളെ മാത്രം കുറ്റപ്പെടുത്തണ്ട. ഇവിടെ കാണുന്ന പുണ്യാളത്തരം പറയുന്ന പലരും ഒരുതരം മാന്യതയുടെ മുഖംമൂടികൾ മാത്രമാണ്. കൂടുതൽ പേര് മാന്യതയുള്ളവർ നമ്മുടെ ഭാഗത്തൊരു തെറ്റ് കണ്ടാൽ, ഒരു സുഹൃത്താണെങ്കിലും അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരനാണെങ്കിലും നേരെ പറയും. പരസ്യമായിട്ട് അവഹേളിക്കില്ല. പരസ്യമായിട്ട് അവഹേളിക്കുന്നവൻ അവൻ ആളാവാൻ വേണ്ടി ചെയ്യണ. അങ്ങനെയല്ല. തെറ്റുകൾ വ്യക്തമായിട്ട് പറഞ്ഞ് തിരുത്തി കൊടുക്കുക ഒരാളോട്. ഒന്നല്ലെങ്കിൽ 2 ഗുണം. അത് കഴിഞ്ഞ് വിട്ടേക്കുക. പിന്നെ അവൻ അനുഭവിച്ച് മനസ്സിലാക്കിക്കൊള്ളും. ഇതൊന്നുമല്ല. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് തടസ്സമായിട്ട് ആരെങ്കിലും വന്നാൽ, മകനാണെങ്കിലും ശരി, മകളാണെങ്കിലും ശരി, അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും കൊല്ലും. അത് അധികാരമാണെങ്കിലും കാമത്തിനാണെങ്കിലും എന്തിനു വേണ്ടിയാണെങ്കിലും. ഇങ്ങനെയുള്ളൊരു ലോകമാണിവിടെ. അതുകൊണ്ട് നമ്മളൊരാൾ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ആദ്യം ശരിയാണെന്ന്, നമ്മുടെ സെൽഫ് ഇമേജ് കറക്റ്റാണെന്ന് നോക്കുക. ഈ അറിവില്ലാത്തതാണ്. ഇങ്ങനെയുള്ള അറിവുകളാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. അല്ലാതെ കുറേ ഉല്ലാസവേളകൾ കണ്ടു, അമ്പലത്തിൽ പോയി, പള്ളിയിൽ പോയി, മുട്ടുകുത്തി, തലകുത്തി എന്ന് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഉരുൾ നേർച്ച നടത്തു. 3 മതങ്ങളും ചെയ്യുന്നതാണ്. സർവ്വമതങ്ങളെ ഞാൻ വിമർശിക്കുകയാണ് ഈ കാര്യത്തിൽ. അമ്പലങ്ങളിലും പള്ളികളിലും ജീവിക്കേണ്ട ഒരു മനുഷ്യനെങ്ങനെ മനുഷ്യനാണെന്ന് ആയിട്ട് ജീവിക്കേണ്ടതെന്ന് ഉള്ള ആചാരമാണ് കാണിച്ചു കൊടുക്കേണ്ടത്. ഇത് ഭക്തിയുടെ, വിശ്വാസത്തിൻ്റെ അനാചാരമാണ്. അതൊരു ബിസിനസ്സാക്കിയാണ് മുന്നോട്ട് പോകുന്നത് മതമേധാവികൾ. അതുകൊണ്ട് മതം വിടുന്നവരോട് എനിക്കിഷ്ടമാണ്. കാരണം മതം വിട്ടേച്ച് നമ്മൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കൊരു മതം വരും. നമ്മുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണെങ്കിൽ ആ നന്മ ഉണ്ടാവില്ല കേട്ടോ. അത് മനസ്സിലാക്കിയിരിക്കുക. ഇതിന് സംശയമുള്ളവർ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഞാൻ മുഖം കാണിക്കുന്നില്ല ഇനി. ഇതിനു മുമ്പേ മുഖം കാണിച്ചപ്പോൾ നല്ല പക്കാ തെറിയാണ് കേട്ടത്. തെറി പറയുന്നവരാരാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ അതൊന്നും വിഷയമാക്കില്ല. കമൻറ്റ് ബോക്സിൽ തെറി കേട്ടെന്ന് എഴുതി ഞാൻ അതിൻ്റെ അകത്ത് ചൂടുമൊന്നുമില്ല. ഞാനിപ്പോൾ തൽക്കാലം മുഖം കാണിക്കുന്നില്ല. ഈ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ചിന്തിച്ച അർത്ഥം എന്തെങ്കിലും പെറുക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന വാക്കുകളിൽ നന്മയുണ്ടെന്നുണ്ടെങ്കിൽ, ഇനി വിമർശനം ഉണ്ടെങ്കിൽ പറഞ്ഞോ. നിങ്ങളുടെ ചിന്താഗതി അത്രയും വളർന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ അത് ഞാൻ അംഗീകരിക്കാം. ഓക്കെ, സീ യു.